പ്രൈസലോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന രാത്രി ഒരുമിച്ച് ഒന്നുകൂടെ ഈ ഗ്രൂപ്പിൽ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് രാത്രി നാം എല്ലാവരും വിവിധ സ്ഥാനങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടാണെന്ന് പങ്കെടുക്കുന്നത്. വളരെ അസാധാരണമായ ദൈവിക സാന്നിധ്യം, ദൈവിക ചലനം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിനകത്ത് നാം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശേഷാല് ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട വിദ്വാനി ഓർമ്മ ദൈവത്തെ സൂക്ഷിക്കുന്നു. വളരെയധികം സുവിശേഷാത്മാവോടുകൂടി തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ആത്മബലത്തോടുകൂടി വളരെ വലിയ തിരക്കുകളുടെ ഇടയിലും കർത്താവിന്റെ വേദയിൽ പല മേഖലയിലായിരിക്കാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തുന്ന എല്ലാ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികളെ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാല ഇന്ന് രാത്രി ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മുടെ അടുക്കിലേക്ക് അയക്കുമാറാകട്ടെ. വളരെ പ്രത്യാശയോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആയിരിക്കാം. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, ഞാൻ പറയുന്ന ശബ്ദം, എൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ അടയ്ക്കാം. സ്തോത്രം, എടുക്കുന്ന വാക്യത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടേണ്ടതിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. വളരെ സുപരിചിതമായ, ഒത്തിരി തവണ നമ്മൾ വായിച്ചിട്ടുള്ള, ഒത്തിരി തവണ ദൈവിക ആലോചനകൾ കേട്ടിട്ടുള്ള, ഒത്തിരി തവണ നമ്മൾ ദൈവത്തിന് ബലപ്പെട്ടിട്ടുള്ള കൺവെൻഷൻ സ്ഥലങ്ങളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ ശുശ്രൂഷിച്ചിട്ടുള്ള അനേക ദൈവദാസന്മാര് ഇന്ന് രാത്രിയിലും പല വൻകരകളിലും ശുശ്രൂഷിക്കുന്ന, വായിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രി നമുക്ക്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കാം, വായിച്ച് പ്രാർത്ഥിക്കാം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയെ കണ്ണുകൾ അടയ്ക്കാം. അല്പസമയം നാം ഇരിക്കുന്ന ദുഃഖങ്ങളെ, ഭാരങ്ങളെ, നാം ഏത് സാഹചര്യത്തിനകത്താണ് ഇരിക്കുന്നത്, ആ ഭാരങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വിട്ട് ഹാലലൂയ, നമ്മുടെ ഭാരവും മുറുകെ പറ്റുന്ന ഭാരവും പാപവും വിട്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറങ്ങി വരാം. എന്തൊക്കെയോ ചിലത് ഇന്ന് രാത്രി ദൈവം നമ്മുടെ കൺമുമ്പിൽ ചെയ്യുകയാണ്. എന്തൊക്കെയോ ചിലത് വിശുദ്ധ ദൈവം നമ്മുടെ കൺമുമ്പിൽ ചെയ്യുകയാണ്. ഒരു ശിഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വരുവിൻ, നമുക്ക് അവനോട് ഒരുമിച്ച് കടന്നു പോകാം. അവനോടൊപ്പം മരിക്കേണ്ടതിനായിട്ട് അവൻ പ്രതീക്ഷിച്ചത് ചില കല്ലേറുകളാണ്. അവൻ പ്രതീക്ഷിച്ചത് ചില പ്രതികൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നിങ്ങൾ ഏത് വലിയ പ്രതികൂലത്തിന് നടുവിലായിരുന്നാലും ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ആത്മാവിൽ വെൽക്കം ചെയ്യുകയാണ്. ഒരു ഗ്ലോറിയുള്ള നിറലത്തിനകത്തേക്ക്, മഹത്വത്തിന്റെ തലത്തിനകത്തേക്ക്, മഹത്വത്തിന്റെ അന്തരീക്ഷത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ ആത്മാവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഇതിനകത്ത് മാനുഷിക വാക്കുകളുടെ കലർപ്പുകളില്ല. ഇതിനകത്ത് മാനുഷിക സൃഷ്ടിപ്പുകളില്ല. ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ആര് ശുശ്രൂഷിക്കുന്നുവെന്ന് നോക്കണ്ട, ആര് നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നുവെന്ന് നോക്കണ്ട. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് അധരം തുറന്ന ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തൊടും. ഇന്ന് രാത്രി വാക്യത്തെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നും പകലിലും ഞാൻ ദൈവത്തിന്റെ കരം കണ്ടിട്ടാണ് ഈ മീറ്റിംഗിന്റെ മധ്യയായിരിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, praise the Lord. എന്താരും ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ
യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. ഇന്നാലും ഞാൻ അനുഭവിച്ചു ഈ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഇന്നാലും ഞാൻ അനുഭവിച്ചു ഈ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആരൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ബലപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വെളിപ്പാട് ദൈവം എനിക്കിങ്ങനെ കൈമാറുന്നു. ഈ പാട്ട് കേൾക്കുന്ന ചില വ്യക്തികൾ, അടുത്തിരിക്കുന്ന വ്യക്തികളുടെ കരം പിടിച്ച് അവൻ ബലപ്പെടുത്തുന്ന, കറേജ് ചെയ്യുന്ന, ബലപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ഇങ്ങനെ കാണുകയാണ്. അതെ, ഇന്ന് രാത്രി ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അല്പം കൂടെ വ്യക്തമായി ആ വെളിപ്പാടിനകത്ത് കയറി പറഞ്ഞാൽ, ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി കേൾവിയുള്ള ഒരു വാക്കാണ് സ്നേഹം, സമാധാനം, സന്തോഷം. എന്നാൽ ഇന്നും ലോകത്തിൽ ദാരിദ്ര്യമുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു സ്നേഹമില്ല, ഭർത്താവ് ഭാര്യയോട് പറയുന്നു സ്നേഹമില്ല, കരുതുന്നില്ല. മക്കൾ അപ്പനോട് പറയുന്നു സ്നേഹമില്ല. ആമേ സ്തോത്രം. എന്നാൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ സംസാരിക്കുന്നത്, മീറ്റിങ്ങുകളിൽ സംസാരിക്കുന്നത്, കുടുംബങ്ങളിൽ സംസാരിക്കുന്നത്, വാർത്തകളിൽ സംസാരിക്കുന്നത് സ്നേഹമില്ല. ആമേ സ്തോത്രം. എന്നാൽ ഏറ്റവും ദാരിദ്ര്യവും അതിന് തന്നെയാണ്. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അതുപോലെ അവൻ ഒത്തിരി തവണ നമ്മൾ ഈ വാക്യം വായിച്ചിട്ടുണ്ട്, ഒത്തിരി തവണ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. ആമേ സ്തോത്രം. സത്യം നമ്മെ സ്വതന്ത്രമാക്കുമെന്നുള്ള വചനം നാം വായിച്ച് കേട്ടവരാണ്. പല തവണ നമ്മൾ ഇതിനകത്തുനിന്ന് ദൈവിക ആലോചനകൾ കേട്ടവരാണ്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, അതേ സ്വാതന്ത്ര്യത്തിനകത്തുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന അനവധി പേര് നമ്മുടെ മധ്യമുണ്ട്. ഇന്ന് രാത്രികാലം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദൈവിക സന്ദേശം. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് അങ്ങനെയുള്ള വിഷയത്തെ തൊടുകയാണ്. ദൈവാത്മാവ് ചില വ്യക്തികളെ തൊടുന്നു, ദൈവം ചില വ്യക്തികളെ തൊടുന്നു. അമ്മ ചില വ്യക്തികളുടെ ലെഫ്റ്റ് സൈഡിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഏഞ്ചൽസ്, ദൈവത്തിന്റെ ദൂതന്മാര് നിങ്ങളുടെ ഇടത് ഭാഗത്ത് ഷോൾഡറിൽ ദൈവത്തിന്റെ ദൂതന്റെ കരം വെക്കുകയാണ്. പത്രോസ് കാരാഗ്രഹത്തിനകത്തായിരുന്നത് പോലെ അവൻ അവിടെ കിടന്നുറങ്ങിയപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നൈറ്റ് ആണ്, ഇതിന്റെ അവസാന രാത്രിയാണെന്നുള്ള വിധിയെഴുത്തലുകളും ഉത്തമ ബോധ്യവും പത്രോസിന്റെ ഹൃദയത്തിനകത്തും ചുറ്റുപാടുകളും സാഹചര്യവും പത്രോസിനോട് പറഞ്ഞപ്പോൾ അന്ന് രാത്രി അവന്റെ സകല വിധിയെഴുത്തുകളെ മാറ്റിക്കൊണ്ട് ഒരു കൈ അവന്റെ ശരീരത്തിലേക്ക് വന്നു വീണു. അത് മറ്റാരുടെ കൈയല്ല, ദൈവത്തിന്റെ സന്ദേശം വഹിക്കുന്ന ശക്തനായ ഒരു ദൂതൻ അന്ന് രാത്രി അവന്റെ തോളത്ത് പിടിച്ചതുപോലെ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ചിലരെ ദൈവത്തിന്റെ ദൂതന്മാർ പിടിക്കുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു, ഇന്ന് ഈ ലൈവ് കഴിഞ്ഞാല് ഈ മീറ്റിംഗിന്റെ ശബ്ദം പല ഭാഗങ്ങളിലേക്ക് പോകും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മീറ്റിംഗിന്റെ ശബ്ദം എത്തുമ്പോൾ അവിടെയൊക്കെ ദൈവജനത്തെ അനേകം തളർന്നിരിക്കുന്നവരെ ദൈവാത്മാവ് കരം വെച്ച് പിടിക്കുന്ന കാഴ്ച ഞാനിങ്ങനെ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ ബലപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്റെ വെല്ലുവിളിയുടെ നടുവിൽ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മുമ്പിൽ, വ്യക്തമായി പറഞ്ഞാൽ മരണത്തിന്റെ മുമ്പിൽ ദൈവം നിന്നെ ബലപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ആർക്കും മരണത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും ബലപ്പെടുത്താൻ കഴിയില്ല, ആരെയും കറേജ് ചെയ്യാൻ കഴിയില്ല. സ്തോത്രഭാര്യ എല്ലാവർക്കും ആശ്വസിപ്പിക്കാനേ കഴിയും. എന്നാൽ അതിന്റെ മുമ്പിലും നിങ്ങളുടെ തോളത്ത് പിടിച്ച് ബലപ്പെടുത്താൻ കഴിയുന്നൊരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ചിലത് തുറന്നു വരട്ടെ. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ചിലത് തുറന്നു വരട്ടെ. അടഞ്ഞ വഴികൾ തുറന്നു വരട്ടെ. അടഞ്ഞ ജീവന്റെ വഴികൾ തുറന്നു വരട്ടെ. അടഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷയുടെ വഴികൾ, സാമ്പത്തിക വഴികൾ, ഉപജീവന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, തുറന്നു വരട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലർ തൊടുന്നു. സ്തോത്രം. ഞാൻ ആത്മാവിൽ കാണുന്നു, ചില വ്യക്തികൾ ആത്മാവിൽ നിറയുന്നുണ്ട്. ദൈവം ചിലത് ചലിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ തുടർമാനമായി കാണുന്ന കാഴ്ച
നിറയുകയാണ്. സംസാരിക്കാൻ കഴിയാത്ത വ്യക്തികൾ ആത്മാവിൽ നിറയുന്നു. ആമേശ്വരം ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് പ്രവചനാത്മാവിൽ കൈമാറുന്നു. ആമേശ്വരം കേൾവി ഇല്ലാത്തവര് പോലും ആത്മാവിൽ നിറയുന്നു. ഒരു ഉണർവിന്റെ കാലഘട്ടം. നമ്മുടെ വലുതും ചെറുതുമായ മീറ്റിങ്ങുകളുടെ അകത്ത് ഒരു ഗ്ലോറി റെല്ലാം ദൈവാത്മാവ് ഓപ്പൺ ആക്കി വെക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, ഇതൊരു ചെറിയ മീറ്റിംഗ് അല്ല, ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല. ഇതിനകത്ത് ദൈവം ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് അസാധാരണമായ ഒരു ആത്മീക തലത്തിലേക്ക് ഇത് ചലിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ രാത്രികാലം കരയുന്നവർ ചിരിക്കും, വിലപിക്കുന്നവർ നൃത്തം ചെയ്യും. ഇന്ന് രാത്രികാലം അടഞ്ഞ വഴികൾ തുറക്കും. Rafa Elohim Shaddai Yireh Adonai, we manifest Himself. Yahweh Rafa Elohim Shaddai Yireh Adonai, we manifest Himself. രാത്രി ഞാൻ ആത്മാവിൽ കാണും ദൈവം ചിലത് തൊടുകയാണ്. ദൈവം ചിലതിനെ തൊടുകയാണ്. ഏതൊക്കെയോ എഴുതുന്ന പേപ്പറുകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവം ചിലത് ഈ മീറ്റിംഗിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ദൈവം ചിലതിനെ തൊടുകയാണ്. വ്യക്തമായി ദൈവം ഇടപെടുകയാണ്. ഇത് രാത്രികാലം ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, വായിച്ച വാക്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയ്ക്കുള്ള ദൈവം മറക്കണം. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കർത്താവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും രാത്രികാലം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ആമേശ്വരം പ്രാരംഭത്തിൽ ആത്മാവിൽ പറഞ്ഞതുപോലെ രാത്രികാലം ദൈവം നമ്മെ തൊടുകയാണ്. ദൈവം നമ്മെ സന്ദർശിക്കുകയാണ്. രാത്രികാലം ചില പേപ്പറുകൾ, എഴുത്തുകൾ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. അതിന്റെ മറ്റ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. നിവേദനം പോലൊരു പേപ്പർ തയ്യാറാക്കുന്ന ഞാൻ ഇങ്ങനെ കാണുന്നു. ആ പേപ്പറിനകത്ത് ദൈവം അതിനകത്ത് പ്രവർത്തിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളുടെ കുടുംബങ്ങളകത്ത് വലുത് ചെയ്യുമാറാകട്ടെ. നാം ഇന്ന് രാത്രികാലം ഒരു സത്യത്തിനകത്തേക്ക് കയറിപ്പോകാൻ വേണ്ടി പോവുകയാണ്. ഒരു സത്യത്തെ കുറിച്ച് കേൾക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് രാത്രി ആരും ഒരു സാധാരണ പ്രാർത്ഥനയായി ഇരിക്കരുത്. പ്രസംഗിക്കുന്ന എന്നെ നോക്കരുത്, ലീഡ് ചെയ്യുന്ന ആന്റിയെ നോക്കരുത്, നിങ്ങളുടെ മീറ്റിംഗിൽ വന്നിരിക്കുന്നവരെ നോക്കല്ല്, അടുത്തിരിക്കുന്നവരെ നോക്കല്ല്. നിങ്ങളുടെ ദൈവം സർവശക്തനാണ്. ഇന്ന് രാത്രികാലം ഇരിക്കുന്നിടത്ത് പരിസരം പറഞ്ഞ് ആരാധിക്കുന്ന വിധത്തിൽ നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കുവാൻ ആ ദൈവം ശക്തനാണ്. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തരുവാൻ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിങ്ങളുടെ രോഗ റിപ്പോർട്ടുകളെ മാറ്റി സൗഖ്യമാക്കുവാൻ, അവൻ മരണത്തെ ജയിച്ചൊരു യേശു ഇന്ന് രാത്രിയിലും അവൻ ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി കാണുന്നു. ചില വീടുകളുടെ അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാണ്. അതെ, ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗ് ചില സത്യങ്ങളെ സ്വർഗം നിങ്ങളോട് വിളിച്ചു പറയുന്ന മീറ്റിംഗ് ആണ്. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത്, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത്, നിങ്ങളുടെ രക്തബന്ധത്തിനകത്ത് ദൈവത്തിന് ചില സത്യങ്ങളെ നിങ്ങളോട് ബോധിപ്പിക്കുവാനുണ്ട്. ദൈവത്തിന് ചില സത്യങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിങ്ങളെ അത് മനസ്സിലാക്കുവാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ വചനം ഒന്നുകൂടെ നമ്മോട് ഇടപെടുകയാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം അറിയാത്തവരായി ആരുമില്ല. ഈ വാക്യത്തിന്റെ സാഹചര്യം അറിയാത്തവരായി ആരുമില്ല. ഇതാരാണ് പറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ സ്തോത്രം വായ്
തുറന്ന് തന്റെ ജനത്തോട് പറഞ്ഞ ആമേൻ സ്തോത്രം വാക്കുകളാണ് അനേക ആയിരങ്ങളെ ലക്ഷക്കണക്കിന് ജനത്തെ ഈ വചനം ബലപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളെ ഈ വചനം ബലപ്പെടുത്തും. യെസ് ആമേൻ. ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളെ ഈ വചനം ബലപ്പെടുത്തും, നിങ്ങളെ ഈ വചനം ശക്തീകരിക്കും. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന പദവി, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ആമേൻ സാഹചര്യത്തിനകത്തേക്ക് നമുക്കൊന്ന് കയറി വരാം. ആമേൻ സ്തോത്രം. തന്റെ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, ഞാൻ ബാലനാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് അതിനുള്ള ഗ്രാഹ്യമില്ല, എനിക്ക് സംസാരിക്കാനുള്ള വാക്സാമർത്ഥ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അവനെ ബലപ്പെടുത്തുകയാണ്. നീ ബാലൻ എന്ന് പറയരുത്. ഓ സ്തോത്രം. ചില രാജ്യങ്ങളോട് സംസാരിക്കാൻ, അനേക രാജ്യങ്ങളോട് സംസാരിക്കാൻ, ചില കാര്യങ്ങളെ തകർക്കുവാൻ, ചിലതിനെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, ചിലതിനെ മെനയുവാൻ ഞാൻ നിന്നെ ബലപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയുകയാണ് ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി അതിശക്തമായ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുകയാണ്. സ്വർഗം ഇന്ന് രാത്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം എന്റെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. എനിക്കതിന്റെ ഡെപ്ത് അറിയാം, എനിക്കതിന്റെ ആഴം അറിയാം, അതിന്റെ വീര്യം എനിക്കറിയാം. ഇന്ന് പകലിലെ പ്രാർത്ഥനയിലും ഞാനത് തിരിച്ചറിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ ആ ദൈവിക ആലോചനയെ രുചിച്ചറിഞ്ഞതാണ്. ഇന്ന് രാത്രി നിങ്ങൾക്കും ഈ ദൈവശബ്ദം അതേ അളവിൽ കിട്ടേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന, ഒരിക്കലും നിങ്ങൾ എത്തരുത് എന്ന് പിശാച് ചിന്തിക്കുന്ന, ഒരിക്കലും നിങ്ങൾ അത് പ്രാപിക്കരുത് എന്ന് ചിന്തിക്കുന്ന, ആമേൻ സ്തോത്രം, ഒരിക്കലും നിങ്ങൾ അതിനകത്ത് നിലനിൽക്കരുത് എന്ന് ഒരു അന്ധകാര അജണ്ട നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു റോയൽ അഡോപ്റ്റിംഗ്, ഒരു റോയൽ ആയിട്ടുള്ള ദത്തെടുപ്പ് സ്വർഗം നമ്മുടെ മേൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ആമേൻ ഒരു രാജാവ് ദത്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന വീട് ഒരു ചെറിയ വീടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുന്ന റൂം ഒരു ചെറിയ റൂമായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളുടെ തലമേൽ നിൽക്കുന്ന ദൈവശബ്ദത്തെ ഞാൻ കണ്ട വെളിപ്പാടിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ ലോകത്തിന്റെ രാജാവ്, സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി അതിശക്തമായി ദൈവം ചില വ്യക്തികൾ തൊടുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു. വരും ദിവസങ്ങളെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക വെളിപ്പാടുകൾ ചില വിട്ടുള്ളവരുടെ നാവിനെ ദൈവം തുറക്കുകയാണ്. ഇന്ന് രാത്രി അതിശക്തമായി നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഞാൻ പറഞ്ഞ് ആരംഭിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇന്ന് രാത്രി ദൈവിക വെളിപ്പാടിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളും എനിക്ക് ഒപ്പം ഒരുമിച്ച് ദൈവിക വെളിപ്പാടിനകത്ത് കയറണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഉണ്ടെങ്കിൽ, ഒരു പട്ടണത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ ഉണ്ടെങ്കിൽ, ഒരു പട്ടണത്തിൽ ഒരു അഭിഷക്തൻ ഉണ്ടെങ്കിൽ, തിരുവചനം പറയുന്നത് പോലെ ആ അഭിഷക്തനിൽ നിന്ന് അഭിഷേകം ആ ദേശത്ത് ഒഴുകിക്കൊണ്ടിരിക്കും. ആത്മതലങ്ങളിൽ അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ പട്ടണത്തിൽ ഒരു സഭയുണ്ടെങ്കിൽ, നിങ്ങളുടെ ദേശത്ത് ഒരു അഭിഷിക്തനായിട്ടുള്ള ദൈവദാസൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ദേശത്ത് ഒരു അഭിഷക്തിയായിട്ടുള്ള വിശ്വാസി ഉണ്ടെങ്കിൽ, അഭിഷക്തനായിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ, ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ, അവരിലൂടെ ഒഴുകുന്ന അഭിഷേകം ആ പട്ടണത്തിന് മേൽ ചലിച്ചുകൊണ്ടിരിക്കും. ഓ ഇന്ന് രാത്രികാലം അതിശക്തമായി ഞാൻ ആ ദൂതിനകത്തേക്ക് കയറുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശക്തമായ ആമേൻ ദത്തെടുപ്പ് നമ്മുടെ മേൽ നടന്നിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനകത്തേക്ക് കയറുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം മോശെ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയുന്നു. അതിനകത്ത് ആമേൻ സ്തോത്രം പുരോഹിത വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ ആമേൻ സ്തോത്രം ജനിച്ചു വന്ന ഒരു കുഞ്ഞാണ് മോശെ എന്ന് വളരെ ശക്തമായിട്ട് അതിനകത്ത് ആമേൻ സവിസ്തരം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമയം നമ്മുടെ മുമ്പിൽ വിലപ്പെട്ടതാണല്ലോ. ഇന്ന് രാത്രി എനിക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാട് അതിന്റെ ആത്മീക വീര്യത്തോടുകൂടി നിങ്ങളുടെ അകത്ത് പകർന്നു തരുവാൻ ഞാൻ ആത്മാവിൽ ബലപ്പെടുകയാണ്. മോശയുടെ മേൽ ഒരു ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നു. പക്ഷേ മോശയുടെ മേൽ ഒരു വിളിയുണ്ട്. മോശ ജനിച്ചപ്പോൾ തന്നെ മോശയുടെ മേൽ നിൽക്കുന്ന രണ്ട് വിളിയാണ്. ഒന്ന് മരണത്തിന്റെ വിളി, ഒന്ന് ജീവന്റെ വിളി. ഒരാമയെ പറയാമോ? ആമേ സ്തോത്രം. മോശ എന്ന കുഞ്ഞ് ജനിക്കുന്ന സാഹചര്യം മരണത്തിന്റെ സാഹചര്യമാണ്. മോശ എന്ന കുഞ്ഞ് ജനിക്കുന്നത് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. തിരുവചനം പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിനകത്ത് പിണ്ടാകാരമായി തീരുന്നതിന് മുമ്പേ, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു,
ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ആമേൻ തിരുവചനം പറയുന്നു ആമേൻ സ്തോത്രം നീ ആരായി തീരുമെന്ന് വരെ ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ ആമേൻ സ്തോത്രം അല്ലെ മോശ ജനിക്കുന്നതിന് മുമ്പേ മോശ ആരാണ്, മോശയിലൂടെ എന്താണ് നടക്കാൻ പോകുന്നത് ദൈവം അറിഞ്ഞിരുന്നു, ദൈവം അത് എഴുതി വെച്ചിരുന്നു, ദൈവം ചിലത് പറഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, രണ്ട് വിളി മോശയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഒന്ന് മരണത്തിന്റെ വിളി, ആമേൻ എല്ലാ കുഞ്ഞുങ്ങളും നശിക്കുന്നത് പോലെ മോശ നശിച്ചു പോകും. ആമേൻ രണ്ട് ആമേൻ ദൈവത്തിന്റെ വിളി. ആമേൻ സ്തോത്രം. പ്രിയരെ, നമുക്കറിയാം ദൈവത്തിന്റെ വിളിയാണ് അവിടെ ജയിച്ചതെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ വീട്ടിനകത്ത് നിന്റെ തലമുറയ്ക്കകത്ത് ദൈവത്തിന്റെ വിളിയാണ് ജയിക്കാൻ പോകുന്നത്. ശുശ്രൂഷക നിന്റെ തലമുറ ശുശ്രൂഷ ചെയ്യും. ബൈബിൾ എടുക്കുക, ദൈവത്തെ ഉയർത്തും, പിന്മാറി പോകില്ല, ഉടഞ്ഞു പോകില്ല, തകർന്നു പോകില്ല. ആരെങ്കിലും ഒക്കെ പരാജയപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ ആമേൻ ദൈവവേലി നിരാശപ്പെട്ടിരിക്കുന്നവര് മാറിപ്പോയവര് എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ് ആമേൻ നിങ്ങളുടെ തലമുറ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഡെസ്റ്റിനിയിൽ എത്തും. നിങ്ങളുടെ തലമുറ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ദൈവ വിളിക്കകത്ത് കയറിയിരിക്കും. വളരെ വേഗത്തിൽ ഞാൻ മുന്നിലേക്ക് പോകട്ടെ. ആമേൻ സ്തോത്രം. ഹാലേലൂയ. മോശ എന്ന് പറയുന്ന കുഞ്ഞിനെ ഒരു പെട്ടകത്തിനകത്താക്കി, ഞങ്ങളുടെ പെട്ടകത്തിനകത്താക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹാലേലൂയ ആ കുഞ്ഞിനെ ആമേൻ ഫറവോന്റെ പുത്രി ആമേൻ വന്ന് എടുക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആമേൻ സ്തോത്രം ഹാലേലൂയ. മോശ തന്റെ ഭവനത്തിൽ നിന്നും നൈൽ നദിയിലേക്ക് പോവുകയാണ്. നൈൽ നദിയിൽ നിന്നും ഫറവോന്റെ പുത്രിയുടെ കയ്യിലേക്ക് ആമേൻ ദത്തെടുക്കുന്ന ഒരു മേഖലയിലേക്ക് കയറി പോകുകയാണ്. രാത്രികാലം ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തളങ്ങൾ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും നിങ്ങളെ കരുതുവാൻ ദൈവം ഓരോ സമയങ്ങളിലും ഓരോ വ്യക്തികളെയും ഒരുക്കും. നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ നിശ്ചയമായി വെളിപ്പെട്ടിരിക്കും. ആമേൻ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞ വഴികൾ തുറന്നതായി തീരും. നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടി അടച്ച വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നതായി തീരും. മോശയ്ക്ക് മുമ്പിൽ ഫറവോന്റെ പുത്രി അവിടെ വരികയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഒരു റോയൽ കോളിംഗ് മോശയുടെ മേൽ വെളിപ്പെടുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ കുഞ്ഞ് മരിച്ചു വീഴേണ്ട കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞ് തകർന്നു പോകേണ്ട കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞ് ആമേൻ സ്തോത്രം മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ആമേൻ തകർന്നു പോകേണ്ട കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ മരിച്ചു പോകേണ്ട കുഞ്ഞായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിന്റെ മേൽ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. വചനം പറയുന്നു കർത്താവ് വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധിയായ ജീവനെ നൽകുവാനും. ഞാൻ ആ വചനത്തെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കർത്താവ് വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധിയായ ജീവനെ നൽകുവാനും. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ഹാലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് രാത്രിയിലും ജീവന്റെ വഴികളെ തുറക്കുവാൻ ദൈവം നമുക്ക് വിശ്വസ്തനാണ്. ദൈവം നമുക്ക് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളെ പരാജയപ്പെടുത്താൻ മരണമെന്ന ശത്രു ഇറങ്ങി വന്നാലും ആമേൻ സ്തോത്രം ഹാലേലൂയ അത് മാറിപ്പോകും. അത് മാറിപ്പോകേണ്ടതാണ്. കാരണം വചനം പറയുന്നു ഒടുക്കത്തെ ശത്രുവായി അത് നീങ്ങിപ്പോകും. അതെ, അതിനൊരു നീക്കമുണ്ട്, അതിനൊരു മാറ്റമുണ്ട്, അതിന്റെ വ്യതിചലനമുണ്ട്. നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. മോശ എന്ന് പറയുന്ന ഈ കുഞ്ഞ് അവൻ കൊട്ടാരത്തിനകത്ത് ഒരു രാജാവിന്റെ തലമുറ എങ്ങനെയാണ് വളരുന്നത് അതുപോലെ വളരുകയാണ്. അതെ, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിളി ദൈവത്തിന്റെ വിളിയാണ്. നിങ്ങളെ വിളിച്ചതൊരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളെ തിരഞ്ഞെടുത്തൊരു സാധാരണ മനുഷ്യനല്ല, ഒരു വ്യക്തിയല്ല. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം തകർന്നു പോകല്ല്, തളർന്നു പോകല്ല്, പരാജയപ്പെട്ടു പോകല്ല്, കരഞ്ഞു പോകല്ല്, നിരാശപ്പെട്ടിരിക്കല്ല്, ബൈബിൾ വായിക്കാതിരിക്കല്ല്, പാട്ട് പാടാതിരിക്കല്ല്, ആരാധിക്കാതിരിക്കരുത്. ആമേൻ സ്തോത്രം. നിങ്ങളെ വിളിച്ചവൻ രാജാതി രാജാവാണ്. നിങ്ങളെ വിളിച്ചു വേർതിരിച്ചവൻ രാജാതി രാജാവാകയാൽ ഇന്ന് രാത്രികാലം ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്, ആ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങളെ ആരാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പകർന്നു തരികയാണ്. മോശ നശിച്ചു പോകേണ്ട കുഞ്ഞിനെ ദൈവം രാജകൊട്ടാരത്തിനകത്ത് വളർത്തുകയാണ്.
ആമേൻ. നശിച്ചു പോകേണ്ട കുഞ്ഞിനെ ദൈവം രാജകൊട്ടാരത്തിനകത്ത് വളർത്തുകയാണ്. ഒരു റോയൽ കോളിംഗ് ആണ് ദൈവത്തിന് നിന്റെ തലമേൽ ഉള്ളതെങ്കിൽ ആമേൻ സ്തോത്രം, ഇന്ന് രാത്രികാലം ഞാൻ പറയാം, രാജകീയമായി തന്നെ സ്വർഗം നിന്നെ മാനിച്ചിരിക്കും. ഇന്നത്തെ നിന്റെ എല്ലാ അവസ്ഥയും മാറും, ഇന്നത്തെ നിന്റെ എല്ലാ ചുറ്റുപാടും മാറും. മോശയ്ക്ക് രാജകീയമായ വിദ്യാഭ്യാസം, രാജകീയമായ ഭക്ഷണം, രാജകീയമായ വസ്ത്രം, രാജകീയമായ ചുറ്റുപാടുകൾ. മോശ എന്ന് പറയുന്ന കുഞ്ഞ് ഫറവോന്റെ നിയമത്തെ ഭയപ്പെടാതെ ആമേൻ മിസ്രൈമിന്റെ കൊട്ടാരത്തിനകത്ത് രാജകീയമായി വളർന്നു. കാരണം എന്തുകൊണ്ട്? ഉയരത്തിലെ രാജാവാണ് മോശയെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവദാസി പറഞ്ഞ വാക്കുകളെ, വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില താല്പര്യങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം ആഗ്രഹിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൂതിനകത്തേക്കാണ് ഞാൻ കയറി വരുന്നത്. ലക്ഷ്യം മാറിപ്പോകുന്നില്ല. ആമേൻ തൊണ്ടയ്ക്ക് ഒരല്പം പ്രയാസമുണ്ട്. പക്ഷേ എങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ കർത്താവിന്റെ ജീവിതത്തിനകത്ത് ശക്തമായൊരു ദൂത് തന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതെ, മോശെ എന്ന് പറയുന്ന കുഞ്ഞ് രാജകീയമായി വളരുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാഹചര്യത്തെ നോക്കി ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ചുറ്റുപാടുകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകലിൽ എനിക്ക് ആമേൻ സംഭവിച്ച ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, വചനത്തിനകത്ത് നിന്ന് അറിയുന്ന വാക്യങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി ഏഞ്ചലിക്കൽ മിനിസ്ട്രി ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ദിവസത്തിനകത്ത് ധ്യാനിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഞാൻ വളരെ ഹൃദയം തകർന്ന് എൻ്റെ വീടിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ വരാന്തയിൽ ആമേൻ ഇരുന്ന് ആ മേശപ്പുറത്ത് കൈവച്ച് ഞാൻ ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു, ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ചർച്ചിനകത്ത് ഇറങ്ങി വന്ന അതേ ദൈവത്തിൻ്റെ ദൂതൻ, ആ പേഴ്സണൽ ദൂതൻ ആമേൻ സ്തോത്രം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ മേൽ കിടക്കുന്നത് ഒരു രാജകീയമായ വിളിയാണ്. നീ ആമേൻ ഒരു രാജാവിൻ്റെ പൈതലാണ്, രാജാവിൻ്റെ മകനാണ്, രാജാവിൻ്റെ മകളാണ്, രാജാവിൻ്റെ ശുശ്രൂഷകനാണ്, ഒരു രാജ്യത്തിൻ്റെ പൗരനാണ്. അത് ദൈവരാജ്യമാണ്. ഇന്ന് രാത്രികാലം അത് മറന്നു പോകല്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നു എന്നെ കറേജ് ചെയ്യുന്ന ചില വെളിപ്പാടുകളെ ഞാൻ ആത്മാവിൽ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ യാത്രകളിലൊക്കെയും ഞാൻ ഇതിങ്ങനെ ചിന്തിക്കുവാനും ആത്മാവിൽ തീയോടുകൂടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവദൂതന്മാരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സജ്ജമാക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം അങ്ങനെ ദൈവദൂതന്മാരെ എൻ്റെ ജീവിതത്തിനകത്ത് സജ്ജമാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ഭാര്യ വണ്ടിക്കകത്തിരിപ്പുണ്ട്, ആർക്കും അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉച്ചയോടൊക്കെ ഉള്ള ബന്ധപ്പെട്ട സമയത്തിനകത്ത് ഒരു ഫോൺ കോൾ വന്നു. ഞാൻ ചില സാമ്പത്തിക വിഷയത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച വിഷയം ആ വിഷയത്തിനകത്ത് ദൂതന്മാരുടെ ശുശ്രൂഷ വെളിപ്പെടണം, ദൂതന്മാരുടെ ശുശ്രൂഷ അതിനകത്ത് വെളിപ്പെടണം. സാമ്പത്തിക ബന്ധനത്തെ ദൈവദൂതൻ ഇറങ്ങി വെട്ടണം. ഞാനത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ സാമ്പത്തിക നന്മയുടെ അനുഗ്രഹത്തെ കുറിച്ച് പറയുവാനും ചില വാക്കുകൾ എന്നോട് സംസാരിക്കുവാനും എന്നെ ആശ്വസിപ്പിക്കാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാൻ ഇത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൂതന്മാരുടെ പ്രവർത്തനത്തെ ഇന്ന് രാത്രി മുതൽ സ്വാഗതം ചെയ്താലും ആമേൻ സ്തോത്രം ദൈവദൂതന്മാരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സ്വാഗതം ചെയ്താലും ഇന്ന് രാത്രി മുതൽ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സജ്ജമാകട്ടെ. ഇന്ന് രാത്രി മുതൽ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകട്ടെ. നിങ്ങളുടെ പേഴ്സണൽ ദൂതൻ നിങ്ങളുടെ അകത്ത് ആക്റ്റീവ് ആകട്ടെ. നിങ്ങളുടെ മേൽ ശക്തമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. രണ്ട് കാര്യങ്ങളെ എനിക്ക് അതിനകത്ത് ദൈവാത്മാവ് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നത്തെ പേഴ്സണൽ പ്രാർത്ഥനയ്ക്കകത്ത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്,
ആമേ സ്തോത്രം അല്ലയോ 1-ാം വചനത്തിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞതാ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്രതികൂലമുണ്ട്, ഒരു തടസ്സമുണ്ട്, ഒരു ബന്ധനമുണ്ട്, അതുപോലെ തന്നെ കുരുക്കുമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. കെട്ടുകൾ നമുക്ക് അഴിക്കാൻ കഴിയും, പക്ഷേ കുരുക്കുകൾ വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നഴിക്കും തോറും പിന്നെയും അത് കുരുക്ക് വീണുകൊണ്ടേയിരിക്കും. ആ കുരുക്ക് പിന്നെയും പിന്നെയും വീണുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയുകയാണ്, സ്വർഗം അങ്ങനെയുള്ള വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ വിടുതല് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് അയക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ സന്തോഷമുണ്ട്. ഞാൻ ഈ വചനങ്ങൾ പറയുമ്പോൾ, എൻ്റെ അനുഭവങ്ങളെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഇത് കേൾക്കുന്ന നിങ്ങളുടെ അകത്തേക്കും ഈ ദൈവശക്തി വ്യാപരിക്കും. ഈ ദൈവിക കരം ഇടപെടുവാൻ തക്കോണം ഇടയായിത്തീരും. സ്തോത്രം. യോസഫിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. യോസഫിനെ ഹല്ലേലൂയ കുഴിക്കകത്തേക്ക് തള്ളിയിടുകയാണ്, വിളിക്കുകയാണ്. യോസഫ് കാരാഗ്രഹത്തിനകത്തേക്ക് അടയ്ക്കപ്പെടുകയാണ്. പക്ഷേ അതിനകത്ത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അതിനകത്ത് സ്തോത്രം യോസേഫിനെ ആരൊക്കെ തള്ളിയിട്ടെങ്കിലും വിറ്റെങ്കിലും ഒരുപാട് കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ നിന്നയിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും യോസേഫിനെ ദൈവം ഒരു കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളുടെ മേൽ കിടക്കുന്ന റോയലായിട്ടുള്ള കോളിംഗ് നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കും. നിങ്ങൾ നിൽക്കേണ്ടടുത്ത് നിങ്ങളെ ദൈവം നിർത്തിയിരിക്കും. അത് ചെറിയ നന്മയാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. ദൈവം നമ്മുടെ തലമേൽ വിരിച്ചിരിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് നിശ്ചയമായും നമ്മുടെ ജീവിതത്തിനകത്ത് തുറന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് രാത്രികാലം സ്തോത്രം ഹല്ലേലൂയ ആഴമായ ദൈവചിന്തകളുടെ അകത്തേക്ക് കയറുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഒരു സത്യം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആത്മാവിന്റെ പ്രാഗൽഭ്യത്തിനകത്ത് കയറുന്ന ആത്മബലത്തോടുകൂടി പറയണമെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് ആഴമായി ലഭിക്കണം. ഞാൻ ഒത്തിരി തവണ ദൈവാത്മാവിനോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒരുപാട് തടസ്സങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നെങ്കിലും ദൈവം എന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മതലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ എൻ്റെ മേഖലയിൽ നിന്ന് ദൈവത്തിന്റെ വഴിയിലേക്ക് തുറന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ വളരെ ശക്തമായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവിക ഇടപെടൽ എനിക്ക് ഗ്രഹിച്ചറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ദൈവം ഒരു സത്യത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ സത്യമാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. ഇന്ന് രാത്രികാലം സ്വർഗം നമ്മോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, ലോകത്തോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമാണ് ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന സത്യം. ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായിത്തീരും. ആ സത്യത്തെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകുമ്പോൾ, ആ സത്യത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അറിവുള്ളവരായി തീരും. യേശു എന്ന പേര് തന്നെ സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെ തന്നെ പേരിടണമെന്ന് സ്വർഗം തന്നെയാണ് പറഞ്ഞതെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു പേരാണ് യേശു എന്ന പേര്. ആ പേര് നിങ്ങൾ നാവിന്മേൽ എടുക്കുമ്പോൾ, ആ പേര് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് എടുക്കുമ്പോൾ, ആ പേര് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് എടുക്കുമ്പോൾ, ആ പേര് നിങ്ങൾ തിരുവചനത്തിനകത്ത് വായിക്കുമ്പോൾ സ്വർഗത്തിലെ പേര് നിങ്ങൾ ഉച്ചരിക്കുകയാണ്. ഓർത്തുകൊള്ളണം, സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനോടുള്ള വലിയ പദ്ധതിയെ നിങ്ങൾ നാവിന്മേൽ എടുക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ഒരു റോയൽ അഡോപ്റ്റിംഗ് നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുമ്പോൾ, ഒരു രാജകീയമായ വിളി, രാജകീയമായ ദത്തെടുപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ രാജകീയമായ ഒരു ഭാഷയ്ക്കകത്തേക്ക് മാറ്റപ്പെടുകയാണ്. സ്വർഗത്തിലെ പേരാണ് യേശു എന്ന പേര്. ആ പേര് സ്തോത്രം നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ നാം സ്വർഗീയ പദ്ധതിയെ നാവിന്മേൽ വഹിക്കുന്നവരായി മാറുകയാണ്. ദൈവത്തിന്റെ താല്പര്യത്തെ നാവിന്മേൽ വഹിക്കുന്നവരായി മാറുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ പവർ എത്രയെന്ന് മനസ്സിലാക്കിയാട്ടെ. അതിന്റെ സ്തോത്രം ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം നമുക്ക് നിറങ്ങുവാൻ ഇടയായി തീരട്ടെ. യേശു എന്ന പദം, യേശു എന്ന പേര് നമ്മൾ എടുക്കുമ്പോൾ ആ സ്വർഗീയമായ ഭാഷ നമ്മുടെ നാവിന്മേൽ എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ യേശു എന്ന നാമം നമ്മുടെ നാവിന്മേൽ എടുക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തെല്ലാം വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കും, എന്തെല്ലാം സ്തോത്രം ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്ക് മാറ്റം വന്നിരിക്കും. നമ്മളെ അത് രൂപാന്തരപ്പെടുത്തും, നമ്മെ അത് സൗഖ്യമാക്കും, നമ്മെ അത് വിടുവിക്കും.
വിടുവിക്കും, നമ്മെ അത് മുൻപിലേക്ക് നടത്തും, നമ്മെ അത് പുതിയ വഴികൾ തുറന്നു തരും. അതുകൊണ്ടല്ലേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നു, യേശുവിന്റെ നാമത്തിൽ പാപം അഴിഞ്ഞു മാറുന്നു, യേശുവിന്റെ നാമത്തിൽ ശാപം അഴിഞ്ഞു മാറുന്നു, യേശുവിന്റെ നാമത്തിൽ നമുക്ക് നിലനിൽപ്പുകളുണ്ട്, യേശുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ശുദ്ധീകരണമുണ്ട്, യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. എല്ലാ അധികാരങ്ങളും യേശു എന്ന നാമത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അർത്ഥം യേശു എന്ന നാമം ഒരു വലിയ ദൈവിക അജണ്ടയാണ്, വലിയ ദൈവിക പദ്ധതിയാണ്. ആ നാമം നമ്മൾ എടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, പിതാവായ ദൈവത്തിന്റെ വലിയ ആഗ്രഹത്തെ സ്തോത്രം നാം നമ്മുടെ നാവിന്മേൽ വഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ വചനത്തിനകത്തൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവപുത്രനെ നിങ്ങളിലേക്ക് എത്തിക്കുക. ദൈവപുത്രനെ കുറിച്ച് ദൈവപുത്രൻ തന്നെ പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആ 8-ാം അധ്യായം തലങ്ങും വിലങ്ങും നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പുത്രൻ, മക്കൾ എന്നുള്ള വാക്കുകളെ ആവർത്തിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് സ്തോത്രം ആ അധ്യായം നമ്മോട് സംസാരിക്കുന്നത്? ഇതിനകത്തൊരു പാപിനിയായ സ്ത്രീയെ കുറിച്ച് കാണാൻ കഴിയും. ശേഷമാണല്ലോ താഴോട്ട് നമ്മൾ ദൈവപുത്രൻ, മക്കൾ, അബ്രഹാമിന്റെ മക്കൾ എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പുത്രൻ, മക്കൾ എന്ന വാക്കുകൾ അവിടെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ദൈവം ആ അധ്യായത്തിനകത്ത് പുത്രത്വത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആ അധ്യായത്തിനകത്തൂടെ നമ്മോട് ദൈവപുത്രനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം വളരെ ശക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവപുത്രനെ കുറിച്ച് ഇന്ന് രാത്രികാലം നിങ്ങൾ ആഴമായി ഒന്ന് അറിയുവാൻ, അല്പ നിമിഷങ്ങൾ കൊണ്ട് ഒരു ആഴമായ ബന്ധത്തിനകത്തേക്ക് കയറുവാൻ സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ലൈവിലുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സമയങ്ങൾ ഞാൻ സഭയ്ക്കകത്ത് പറയാറുണ്ട്, ചില വെള്ളിയാഴ്ചകളിലൊക്കെ ഞായറാഴ്ചത്തെക്കാളും ഭയങ്കര ദൈവിക വെളിപ്പാടുകളായിരിക്കും സഭയ്ക്കകത്ത്. ഞാൻ പറയും, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ഞാൻ ഭാഗ്യമുള്ളവനാണ്. കാരണം മറ്റാർക്കും കിട്ടാത്തത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സ്തോത്രം. ദൈവപുത്രനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, ഇനി എന്താണ് കേൾക്കാനുള്ളത്? അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇനി എന്താണ് വായിക്കാനുള്ളത് എന്ന പല ചിന്തകൾ നമ്മുടെ അകത്തൂടെ കടന്നുപോയി എന്നിരിക്കാം. എന്നാലും ഇന്ന് രാത്രികാലം ദൈവവചനം നമ്മോട് ശക്തമായി ഇടപെടുകയാണ്. ദൈവപുത്രനെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോഴാണ്, ആ ദൈവപുത്രനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോഴാണ്, ആ ദൈവപുത്രനെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കയറി വരുന്നത്, നിങ്ങൾ സ്വതന്ത്രരായി മാറുന്നത്, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുന്നത്, നിങ്ങൾ ഫ്രീ ആകുന്നത്. വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു യേശു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു യേശു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദാഹത്തോടു കൂടി ഇരുന്നാലും. അപ്പോൾ ഇന്ന് രാത്രി എന്തോ നമ്മൾ വായിച്ച് മറന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയോ ചിലത് നമ്മുടെ ഓർമ്മയ്ക്കകത്തുണ്ട്. പക്ഷേ അതിനെ ഒന്ന് കത്തിക്കാൻ കഴിയാത്ത പോയ ആ സാഹചര്യങ്ങളെ ഇന്ന് രാത്രി നമ്മുടെ അകത്തലങ്ങളിൽ ദൈവാത്മാവെന്ന് തൊട്ടുണർത്തുവാൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവപുത്രനെ കുറിച്ച് പറയാനാണ് അധ്യായത്തിനകത്ത് ദൈവം അവിടെ വചനങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ വില കൊടുത്ത്, വലിയൊരു വില കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. വേഗത്തിൽ ഞാൻ പറഞ്ഞ മുമ്പിലേക്ക് കടന്നു പോകാം. ചില പോയിന്റുകൾ, ദൈവിക വെളിപ്പാടുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. എല്ലാം എനിക്കൊന്ന് ഓടിച്ചെത്തിക്കണമല്ലോ. സ്തോത്രം. അപ്പൊ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിനകത്ത് തകർന്നു കിടക്കുന്ന, പാപത്താൽ പരാജയപ്പെട്ടു പോയ, ലംഘനങ്ങളാൽ പരാജയപ്പെട്ടു പോയ, ദൈവത്തെ വിട്ടുപോയ, ലോകത്തിനകത്തായിപ്പോയ, ബന്ധനത്തിനകത്തും ശാപത്തിനകത്തൊക്കെ ആയിപ്പോയ, ദൈവിക തേജസ്സ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഒരു വലിയ വില കൊടുത്താണ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വിലയ്ക്ക് വാങ്ങിയതെന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളിലേക്ക് ഒരു സത്യത്തെ തുറന്നു വെക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വില കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ വിലയെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് വിലയുടെ ഗൗരവമെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം നമുക്ക് വേണ്ടി വില കൊടുത്തു എന്ന് നമുക്കറിയാം. ദൈവം നമുക്ക് വേണ്ടി മറുപടിയായി തീർത്തുവെന്ന് നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രികാലം അതിനകത്തേക്ക് ഒന്ന് ഓടിച്ചൊന്ന് പോയി സ്തോത്രം 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, ഒരു മനുഷ്യനെ
രക്ഷിക്കാൻ, മാനവരാശിയെ രക്ഷിക്കാൻ ഏക വഴി ദൈവം നോക്കിയപ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം ആമേ ഇടയായി തീർന്നു. എന്താണ് യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നെ മറവിലിയായി തീരുകയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ആമേ സ്തോത്രം, ഞാൻ സ്തോത്രം പറയുകയാണ്. ആമേ സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം തന്നെ മറവിലിയായി തീരുകയായിരുന്നു. നിങ്ങൾക്ക് പകരം വെക്കാൻ ദൈവം ഈ ലോകത്തിൽ മറ്റൊന്നും ആമേ കണ്ടെത്തിയില്ല, മറ്റൊന്നും മതിയായില്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിന്റെ ഇമേജിലും ഒക്കെ മെനഞ്ഞെടുത്ത് നിങ്ങളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, നിത്യ രക്ഷയ്ക്കകത്ത് കൊണ്ടുവരുവാൻ, ദൈവിക സ്നേഹത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ, നിത്യ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില ദൈവത്തെ തന്നെയാണ് എന്നൊരു വലിയ ബോധ്യത്തിനകത്തേക്ക് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർക്കെങ്കിലും ഇന്ന് രാത്രികാലം ആമേ സ്തോത്രം ഹല്ലേലൂയ അത് മനസ്സിലാകുന്നല്ലോ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേഗത്തിൽ ഞാൻ മുൻപിലേക്ക് പോകട്ടെ. ആമേ സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ നമുക്ക് വേണ്ടി വിലയാക്കി കൊടുത്തിരിക്കുക. അപ്പൊ അത്ര വലിയ വിലയാണ് ആമേ നമുക്ക് വേണ്ടി സ്വർഗം കരുതിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളെ നിറം മങ്ങിയവരായിരിക്കാം, നിറം കൂടിയവരായിരിക്കാം, കുറഞ്ഞവരായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾക്ക് നമ്മെ തന്നെ ഒരു വിലയില്ലാത്തപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ വില വലുതാണ്. ഇന്ന് രാത്രി മറന്നു പോകല്ല. ആമേ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ വില വലുതാണ്. ഇന്ന് രാത്രി ആരെങ്കിലും ദുഃഖിച്ച് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ പറയട്ടെ, നിങ്ങളുടെ വില വലുതാണ്. നിങ്ങൾക്ക് വേണ്ടി ആമേ ദൈവം കൊടുത്ത വില ആമേ വിലമതിക്കാൻ കഴിയാത്തതാണ്. ആമേൻ, അവനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു. ഓ സ്തോത്രം, ഒരാമേ പറയട്ടെ. ആമേ സ്തോത്രം ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ മുമ്പിലേക്ക് പോകട്ടെ. ആമേ സ്തോത്രം ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അവൻ നമുക്ക് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അവന്റെ മകനായി തീർന്നു. സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ മകനായി തീർന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വന്ന ചില ആത്മീക വെളിപ്പാടുകളാണ്, ദൈവശബ്ദമാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. അപ്പോ ദൈവം നമുക്ക് വേണ്ടി മറവിലിയായി തീർന്നപ്പോൾ നാം ദൈവത്തിന്റെ മകനായി മാറി, ദൈവത്തിന്റെ മകളായി മാറി. ആമേ സ്തോത്രം ഹല്ലേലൂയ. എത്രത്തോളം ഇത് വിശദീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ആമേ കർത്താവ് അനുവദിക്കുന്ന പക്ഷം മറ്റൊരു സാഹചര്യത്തിൽ കൂടുതൽ ആമേ സ്തോത്രം വിശദീകരിപ്പാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മകനായിട്ട് മാറി. അവൻ നമുക്ക് വേണ്ടി മറവിലിയായി തീർന്നു. ആ ദാസ്യത്വത്തിനകത്തു നിന്ന് പുത്രത്വത്തിനകത്തേക്ക് നമ്മൾ വന്നു. ദാസൻ, പുത്രൻ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ ദാസൻ ആരാണ്? ആ ദാസ്യവേല ചെയ്യുന്നത്. പുത്രൻ ആരാണ്? മകനാണ്. അപ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ, അടിമത്വത്തിനകത്ത് നിന്ന് മകൻ എന്ന പദവിയിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചു. ആമേ വലിയ ആമേ ഒരു കൈമാറ്റം അവിടെ നടന്നിരിക്കുകയാണ്. ദൈവം യേശുക്രിസ്തുവിനെ ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നതിലൂടെ ആമേ വലിയ ഒരു പദവി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവ മകൻ എന്ന പദവി, ദൈവപുത്രൻ എന്ന പദവി. അപ്പോൾ എന്താണ് ഈ വാക്യം കൊണ്ട് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, കർത്താവിന്റെ വചനം പറയുകയാണ്, ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ, ദൈവപുത്രൻ എന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് രാത്രിക്കാലം ഈ സത്യം നിങ്ങളെ വിടിവിക്കുകയാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള ആഴമായുള്ള അറിവുകൾ, വെളിപ്പാടുകൾ, ദൈവശബ്ദങ്ങളാണ് നമ്മളെ ആമേ ശരിക്കുമുള്ള സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനകത്ത് 1-2 ദൈവിക വെളിപ്പാടുകൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ദൈവ മകനാകുക, ദൈവപുത്രനാകുക എന്നതുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആമേ സ്തോത്രം ഹല്ലേലൂയ. ഒന്നാമത്തെ ആദാമ് ദൈവസന്നിധിയിൽ പാപപങ്കിലമായ ജീവിതത്തിനകത്ത് തകർന്നുപോയി. എന്നാൽ ഒടുക്കത്തെ ആദാമ് ദൈവസന്നിധിയിൽ നീതി നിവർത്തിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് നിത്യരക്ഷ നമുക്ക് നേടിത്തന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേ സ്തോത്രം, എന്താണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്? ദൈവം നമ്മളെ മനസ്സിലാക്കുവാൻ ശ്രമിപ്പിച്ചത് എന്ത് സന്ദേശമാണ് ദൈവം നമുക്ക് വേണ്ടി കൈമാറുവാൻ ആഗ്രഹിച്ചത്? ഒരു ദൈവപുത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവപുത്രൻ എന്ന വലിയ പദവി ദൈവം നമുക്ക് തരുമ്പോൾ ആ പദവി നമ്മോട് സംസാരിക്കുന്നത്, മക്കളെങ്കിൽ നാം അവകാശികളാണ്. ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു, നാം അവകാശികളാണ്. ദൈവസന്നിധിയിൽ നമ്മൾ അവകാശപ്പെട്ടവരാണ്. അവർക്ക് അവകാശമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആമേശ്വരം ദൈവം തന്നെ നമുക്ക് വേണ്ടി മറുപടിയായി തീർന്നപ്പോൾ, ആമേശ്വരം നമുക്കറിയാം, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ, ദത്തെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സകല സ്വത്തുക്കളും നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള കഴിവുണ്ടോ, സാഹചര്യമുണ്ടോ? ഞാൻ ഇന്ന്
ഞാൻ ഈ പ്രസംഗിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇന്ന് ഗൂഗിളിനകത്തൊക്കെ കയറി പഠിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ആ കുഞ്ഞിനെ വളർത്താൻ സ്തോത്രം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെ നോക്കി നിങ്ങളെ വിളിച്ച് ചില സാഹചര്യങ്ങൾ അവർ കൗൺസിൽ ചെയ്യും. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പഠിക്കും. നിങ്ങൾക്ക് അതിനുള്ള ആസ്തി ഉണ്ടോ, ആ കുഞ്ഞിനെ വളർത്താനുള്ള ആസ്തി ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ സ്തോത്രം നിങ്ങളെ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കൈമാറുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ എന്താ അത് അർത്ഥമാക്കുന്നത്? ഒരു കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കുമ്പോൾ ആ കുഞ്ഞ് സ്തോത്രം നിങ്ങളുടെ സകല സ്വത്തിനും അവകാശിയായി മാറുകയാണ്. സ്തോത്രം. ഇതേ തത്വം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുപടിയായി തീർന്നു. നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്തോത്രം പിടിച്ച് വിലയ്ക്ക് വാങ്ങിച്ച സ്തോത്രം അവൻ നമ്മെ ദത്തെടുത്ത ദൈവത്തിന്റെ പുത്രനാക്കിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവനോടുകൂടെ സകലവും നമുക്ക് തരാതിരിക്കുമോ? അങ്ങനെ ദൈവരാജ്യത്തിലെ സകല അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. എഫെസ്യ ലേഖനം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്നുപോലും കുറയാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വഴക്കുണ്ടാക്കുന്ന ഒത്തിരി സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ സ്വത്തിന്റെ കാര്യം വരുമ്പോൾ പണത്തിന്റെ കാര്യം വരുമ്പോൾ ഒരുപാട് സ്നേഹിതരെ വഴക്കുണ്ടാക്കാറുണ്ട്. സഹോദരങ്ങൾ രക്തബന്ധങ്ങളൊക്കെ മാറി നിൽക്കാറുണ്ട്. എന്നാൽ ഒരു സഹോദരൻ വേദപുസ്തകത്തിനകത്ത് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ എനിക്കുള്ള സകലവും നിനക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, നീ ഭൂമിയുടെ അറ്റത്തോളം ചോദിക്കും, ഞാൻ നിനക്ക് തരാം. ജാതികൾ ഞാൻ നിനക്ക് അവകാശമായി തരാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇത്ര വലിയ പദവി, ഉദാഹരണം സ്തോത്രം പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ദൈവം നിങ്ങൾക്ക് സകലവും യേശുവിലൂടെ തന്നിരിക്കുകയാണ്. ദൈവത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലവും തന്നിരിക്കുകയാണ്. സകലവും സ്വർഗം, സ്വർഗീയ നന്മകള്, ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങള് ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടി ഇരുന്നാലും ഇത് അങ്ങനെ ഇരുന്നെങ്കിൽ ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി സകലവും തന്നിരിക്കുമ്പോൾ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. അനുഗ്രഹം നമുക്ക് അവകാശമാണ്. ഭൂമിയിലെ നന്മ നമുക്ക് അവകാശമാണ്. സ്വർഗത്തിലെ നന്മ നമുക്ക് അവകാശമാണ്. സമാധാനം നമുക്ക് അവകാശമാണ്. രോഗസൗഖ്യം നമുക്ക് അവകാശമാണ്. വിടുതൽ നമുക്ക് അവകാശമാണ്. ദൈവിക ആരാധനകൾ നമുക്ക് അവകാശമാണ്. സ്തോത്രം. അങ്ങനെ അവകാശങ്ങൾ കൂടെ വലിയൊരു ലിസ്റ്റ് തന്നെ നീണ്ടു നിൽക്കുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം നമുക്ക് ലഭിക്കാനുണ്ടോ അതിനൊക്കെ നിങ്ങൾ അവകാശികളാണ്. മക്കളാണെങ്കിൽ അപ്പൻ്റെ സകല സ്വത്തിനും നിങ്ങൾ അവകാശിയാണെന്ന് പറഞ്ഞ് ഞാൻ വാക്കവിടെ ചുരുക്കുകയാണ്. വേഗത്തിൽ മുമ്പിലോട്ട് പോകട്ടെ. രണ്ടാമത്തെ കാര്യം, വാഴുക എന്നൊരു പദമാണ് എൻ്റെ പ്രാർത്ഥനയെ ദൈവം എനിക്ക് തന്നത്. വാഴുക. അപ്പോൾ ദൈവപുത്രൻ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ടത്? സ്തോത്രം. ഒരു ദൈവപുത്രൻ ഇങ്ങനെ ആയിരിക്കണമെന്ന്, ദൈവത്തിന്റെ മകൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. അവൻ ക്രൂശോളം അനുസരണമുള്ളവനായി തീർന്നുവെന്ന്. ആദ്യത്തെ ആദാമ പരാജയപ്പെട്ടെടുത്ത് ഒടുക്കത്തെ ആദാമ വന്ന് ഇങ്ങനെയാണൊരു ദൈവമകൻ ജീവിക്കേണ്ടത് എന്ന് കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചു തരികയായിരുന്നു. ഇങ്ങനെ ഒരു ദൈവമകനെയാണ്, ഇങ്ങനെ ഒരു ദൈവപുത്രനാണ് ഭൂമിയിൽ വാഴേണ്ടത്, ജീവിക്കേണ്ടതെന്ന് ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, വാഴുക എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ആ സന്ദേശം നമ്മുടെ ജീവിതത്തിനകത്ത് കേൾക്കുന്നല്ലോ. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ ദൈവം എനിക്ക് തന്നൊരു ആത്മിക വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വാഴുക എന്നൊരു പദത്തിന്റെ അർത്ഥമല്ല, അതിന്റെ ഉദ്ദേശശുദ്ധി. വാഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിർത്തുക. എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് സ്തോത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രാർത്ഥന ദൈവം എനിക്ക് തന്നതാണ്. വാഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിർത്തുക. ഏദൻ തോപ്പിൽ സ്തോത്രം ദൈവം കൊടുത്ത സകല അനുഗ്രഹങ്ങളും നന്മകളും സകല അധികാരങ്ങളും സ്തോത്രം അവിടെ ആദാമിന് നിലനിർത്താൻ കഴിഞ്ഞില്ല. സ്തോത്രം അവൻ പരീക്ഷണത്തിനകത്ത് ഹവ്വ ഉൾപ്പെടെ പരാജയപ്പെട്ടു പോയി. എന്നാൽ യേശു 40 ദിവസം ഉപവസിച്ചു. ആ ഉപവാസം കഴിഞ്ഞ ശേഷം പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പരീക്ഷിച്ചുവെങ്കിലും കർത്താവ് അതിനൊക്കെ ജയിപ്പാൻ തക്കോണം ഇവിടെയായിട്ട് വന്നു. അപ്പോൾ നിലനിർത്തുക. ദൈവം നമുക്ക് തരുന്ന കൃപ നിലനിർത്തുക. ദൈവം നമുക്ക് തരുന്ന ശുശ്രൂഷ നിലനിർത്തുക. വാഴുക എന്ന് വെച്ചാൽ നിലനിർത്തുക. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ സഭ ബന്ധങ്ങൾ, ആത്മീകം, ശുശ്രൂഷകന്മാരുടെ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഇതൊക്കെ
നിലനിർത്തുക, ഉടച്ചു കളയാനല്ല, അതിനകത്തുനിന്ന് പുറത്തു പോകുവാനല്ല. ദൈവപുത്രൻ ആമേൻ, ആ പുത്രനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ആ പുത്രൻ എന്ന സത്യം നമ്മളെ സ്വതന്ത്രമാക്കാം. വാഴുക എന്ന അതിൻ്റെ ആമേൻ ഒരു ആശയത്തിനകത്തേക്ക് ഞാൻ കയറി വരികയാണ്. ദൈവം എനിക്ക് തന്നത് നിലനിർത്തുക, നിങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുക, ആമേൻ, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള നല്ല ബന്ധങ്ങളെ നിലനിർത്തുക, നിങ്ങളുടെ സൗഹൃദങ്ങളിലെ ബന്ധങ്ങളെ നിങ്ങൾ നിലനിർത്തുക. അപ്പോൾ ദൈവപുത്രനെ അറിയുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ദൈവപുത്രൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് യേശു നമുക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. നിങ്ങൾ നിലനിർത്തുന്നവരാകണം. വാഴുക എന്നതിൻ്റെ ഒരു വിശദീകരണം ഞാനിവിടെ പറയുകയാണ്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിലനിർത്തുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു ആദാമിനെ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി, ഒരു ഹവ്വയെ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി. ആണ്ടുകളും വർഷങ്ങളും കാലങ്ങളും മുൻപിലേക്ക് പോയി, യാഗങ്ങളും കർമ്മങ്ങളും പലതും മുൻപിലേക്ക് കടന്നുപോയി. ഒരു മനുഷ്യനെ ഒരിക്കലും ഒന്നുകൊണ്ട് വീണ്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ നിലനിർത്തേണ്ടതിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോയവനെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് വേണ്ടി, തകർന്ന് തള്ളപ്പെട്ടു പോയവനെ മടക്കി വരുത്തേണ്ടതിന് വേണ്ടി ആ ദൈവിക ബന്ധത്തിനകത്ത്, ദൈവിക തേജസ്സിനകത്ത്, ആത്മീക ബന്ധത്തിനകത്ത് ദൈവമകനായി പിന്നെയും മാനവരാശിയെ മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടി ആമേശ്വരം ഒടുക്കത്തെ ആദാം ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? നിലനിർത്തുവാൻ വേണ്ടി. ആമേ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോയവനെ, മാറപ്പെട്ടു പോയവനെ ദൈവസന്നിധി നിലനിർത്തുവാൻ വേണ്ടി കാല സമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയുന്ന ആ വലിയ പദ്ധതി നമ്മിലേക്ക് വെക്കുമ്പോൾ വാഴുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു സാഹചര്യം നിലനിർത്തുക. നിങ്ങൾക്ക് ദൈവം തന്ന കുടുംബം നിലനിർത്തുക, നിങ്ങൾക്ക് ദൈവം തന്ന ശുശ്രൂഷ നിലനിർത്തുക, നിങ്ങൾക്ക് ദൈവം തന്ന ആത്മീക വരങ്ങൾ നിലനിർത്തുക, നിങ്ങൾക്ക് ദൈവം തന്ന സാമ്പത്തിക മേഖലകൾ നിലനിർത്തുക. ഈ 2025 വർഷം നിങ്ങൾ വാഴുന്നവരാകട്ടെ, സകലവും നശിപ്പിക്കുന്നവരല്ല, സകലവും നിലനിർത്തുന്നവരായി തീരട്ടെ. നഷ്ടപ്പെട്ടു പോയ മാനവരാശിയെ നിലനിർത്താൻ വേണ്ടി കർത്താവ് ക്രൂശിൽ ഇറങ്ങി വന്നു. ആമേ മനുഷ്യനായി ഇറങ്ങി വന്നു. പച്ചപ്പൻ മരക്കുരിശിൽ 3 ആളുകളെ ക്രൂശിക്കപ്പെട്ടു. ആമേശ്വർ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. മാനവരാശിയെ നിലനിർത്തുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവപുത്രൻ എന്നതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിലനിർത്തുക. ഞാനെന്ന മനുഷ്യനെ, നിങ്ങളെന്ന മനുഷ്യനെ ദൈവസന്നിധിയിൽ നിലനിർത്തുക, തകർന്നു പോകരുതെന്ന് ദൈവം അവിടെ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഡെപ്ത് മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗത്തിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ സ്തോത്രം, പിന്നെയും ഞാൻ ഓടി പോകുകയാണ്. ആമേ ദൈവ മകൻ എന്നതിൻ്റെ അടുത്തൊരു വിശദീകരണം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അധികാരമുള്ളവനാകുക. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിശാചിന്റെ മേൽ അധികാരമുള്ളവനായിരുന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനായിരുന്നു, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായിരുന്നു, വാക്കുകളാൽ അധികാരമുള്ളവനായിരുന്നു. കടലിന്റെ മുകളിൽ തന്നെ കർത്താവ് കടലിനെ ഒതുക്കിയപ്പോൾ ആമേ സ്തോത്രം വചനം തന്നെ പറയുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇവനാർ എന്ന് അവർ പറയുവാൻ തക്കവണ്ണം, ഇതുവരെ അറിഞ്ഞത് പോലെയല്ല, ഇവനാർ എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു ശക്തമായ ശുശ്രൂഷ കർത്താവിലൂടെ വെളിപ്പെട്ടതുപോലെ ആമേ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവപുത്രന്മാർ അവരുടെ അധികാരത്തെ പുറത്തു കൊണ്ടുവരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പിശാചിനെതിരായി ദൈവത്തിന്റെ അധികാരത്തെ ഉപയോഗിക്കുക. ആമേ സ്തോത്രം, തിന്മയ്ക്കെതിരായി ദൈവത്തിന്റെ അധികാരത്തെ ഉപയോഗിക്കുക. ഇരുട്ടിനെ വിരോധമായി ദൈവപുത്രന്മാർ ആമേൻ അവരിലെ ആത്മീക അഭിഷേകത്തെ ചലിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം ഒരു ആദാമായിട്ട് ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവമകനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ദൈവപുത്രനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തെ ചലിപ്പിക്കണമെന്ന്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തെ, ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്കുള്ള അധികാരത്തെ ചലിപ്പിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സമയം നമ്മുടെ മുമ്പിൽ ആമേശ്വരം, ഹല്ലേലൂയ, ഓടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. ആമേശ്വരം അതിനകത്ത് ഒത്തിരി സംസാരിക്കാനുണ്ട്. ആമേശ്വരം, എങ്കിലും വേഗം അത് ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ കർത്താവിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആമേശ്വരം, എനിക്കറിയാം വളരെ ശക്തമായി ശുശ്രൂഷിക്കേണ്ട ആമേശ്വരം വെളിപ്പാടുകളാണ് ഞാൻ ആത്മാവിൽ പറയുന്നത്. ആമേശ്വരം, ഹല്ലേലൂയ. ആമേ 4ാമത്തെ കാര്യം, ദൈവപുത്രൻ വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവം എന്താണ് നിങ്ങളിലേക്ക് കൈമാറിയത്. കർത്താവായ യേശു ക്രിസ്തു മഹത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ മഹത്വത്തിൽ നിന്ന് വന്നവനാണ് ഭൂമിയിലേക്ക്. വേഷത്തിൽ മനുഷ്യനായി താണ ഭൂമിയിലേക്ക് കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത് അവൻ മഹത്വത്തിൽ നിന്നാണ്. അവൻ മഹത്വത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഒരു മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്തു. അവൻ മഹത്വത്തിൽ നിന്ന് കേട്ടു, ദൈവിക മഹത്വത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്തു. തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ യേശു പറയുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടുള്ളതല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനായിട്ടാണ്. ദൈവം
മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭൂമിയിൽ യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ ദൈവപുത്രൻ എന്ന ആ പദവിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവപുത്രന്മാർ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണം. അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് യേശുവിൽ കൊണ്ട് അവസാനിക്കുകയല്ല, അത് യേശുവിൽ കൊണ്ട് നിർത്തുകയല്ല, അത് നിങ്ങളിലേക്ക് പകരുവാൻ സ്വന്തം ദൈവം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് ദുരുപദേശം തോന്നും. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് ഞാൻ എങ്ങനെ പറയാം? കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്വന്തം കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അതേ ദൈവവചനം പറയുന്നു, കർത്താവ് ദൈവപുത്രനായ യേശു സ്വന്തം ഒരു പുത്രൻ ഭൂമിയിലേക്ക് വന്നത് പുത്രത്വത്തെ ഒന്ന് വെളിപ്പെടുത്താൻ, ഒന്ന് ഉറപ്പിക്കാൻ, നിലനിർത്താൻ, അതിന്റെ ശക്തിയും അധികാരവും ഒക്കെ ഒന്ന് വെളിപ്പെടുത്താൻ, മഹത്വമൊക്കെ ഒന്ന് വെളിപ്പെടുത്താൻ, ഒരു പുത്രൻ നിന്നും അനേക പുത്രന്മാരിലേക്ക് അത് കൈമാറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായിരിക്കുക. നമ്മളിലൂടെ എല്ലാം ദൈവത്തിന്റെ പുത്രത്വം വെളിപ്പെടണമെന്ന് ദൈവം ശക്തമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവപുത്രൻ മഹത്വത്തെ വെളിപ്പെടുത്തുക. സ്തോത്രം, ഹാലേലൂയ. അവിടെ തന്നെ പറയുന്നുണ്ട്, സ്തോത്രം, ഈ ദീന മരണത്തിനായിട്ടുള്ളതല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി. എന്തിനു വേണ്ടി? ദൈവം മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി. ഇന്ന് രാത്രിക്കാലം ഒരു നിമിഷം ഞാൻ കിടക്കാമോ? വേഗത്തിൽ ഓടിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോ വെളിപ്പാടുകളും ശക്തമായി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് രാത്രികാലം നമ്മുടെ സാഹചര്യം, സമയത്തിന്റെ പരിമിതി ഒക്കെ നമുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതേ വെളിപ്പാട് തരുന്ന ദൈവം നിങ്ങളെ ശേഷം നിങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിനകത്തും നിശ്ചയവുമായി ഈ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനം കേട്ട് എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മുടെ അകത്ത് എന്താണോ ആഗ്രഹിച്ചത് അത് ഞങ്ങളുടെ ഓരോരുത്തരുടെ അകത്തും വെളിപ്പെടുവാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോറിയസ് പ്രേ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ഇന്ന് രാത്രി ഭാരപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാകട്ടെ. ഒരു അത്ഭുത വിടുതലും ആശ്വാസവും ദൈവാത്മാവായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സോ മച്ച്. ഞാനിനി എന്ത് പറയാനാണ്? കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം കൊടുത്ത എല്ലാ വെളിപ്പാടുകളും കർത്താവിൻ്റെ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തു. ഇനി നമ്മളത് വീണ്ടും ഞാനത് ചാനലിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ വീണ്ടും ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും അതിൽ നിന്ന് ആഴമേറിയ വെളിപ്പാടുകൾ നമുക്ക് തരും. ഹല്ലേലൂയ. ഈ കാലാഭാഷന്തരബേ ഉദാരഗതികസ്യ നമുക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണൻ നൽകി ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്ത ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു എന്ന പദത്തെക്കുറിച്ച് സ്വർഗം, ഹല്ലേലൂയ, സ്വർഗം തന്നെ നേരിട്ട് വന്നിറങ്ങി. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ പേര് യേശു എന്ന് നമുക്ക് തന്നു. ആ യേശു എന്ന നാമം നമ്മൾ എവിടെ ഉയർത്തുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയെല്ലാം നമ്മൾ യേശു എന്ന നാമത്തെ ഉയർത്തുന്നു, അവിടെ എല്ലാം കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവമക്കളെ, നമ്മളിലൂടെയാണ് അനേകർ ക്രിസ്തുവിനെ അറിയേണ്ടത്. കർത്താവിനോട് ഞാൻ ശുശ്രൂഷപ്പോൾ പറഞ്ഞായിരുന്നു, യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നീ എപ്പോഴും പിതാവിൽ നിന്ന് ഞാൻ കേൾക്കുന്നതാണ് ഞങ്ങളോട് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഹല്ലേലൂയ. പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പം നമ്മളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ശുശ്രൂഷകളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ സ്റ്റെപ്സിലൂടെ നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി നമുക്ക് തീരാം. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളിലെല്ലാം ഹല്ലേലൂയ ഏതൊക്കെയോ അവസരങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ പഴയ മനുഷ്യൻ എഴുന്നേറ്റ് വരാറുണ്ട്. നമ്മൾ അതിനെ യേശു കർത്താവിൽ ഹല്ലേലൂയ ഇൻ ക്രൈസ്റ്റിൽ നമ്മളായിത്തീരുമ്പോൾ അതിനെ ജയിക്കാൻ കഴിയും. ആത്മാവിൽ അതിനെയൊക്കെ ജയിച്ച് മുന്നേറി ഈ ദിവസങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമായി നമ്മുടെ ഒക്കെ ജീവിതം മാറട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനിലൂടെ അനേക വെളിപ്പാടുകൾ നമുക്ക് ഇന്ന് രാത്രി കേൾക്കുവാൻ കഴിഞ്ഞു. കുറേ പേർ കേട്ട് പകുതിയായപ്പോൾ പോയി. ഞാൻ പറഞ്ഞല്ലോ, വചനത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള ആഴമേറിയ വെളിപ്പാടുകൾ കേൾക്കുമ്പോൾ അത് ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ മുഴുവനോടെ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ബിക്കോസ് സാധാരണ നമ്മളൊരു വചനം കേൾക്കുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ സ്പിരിറ്റിൽ ടച്ച് ചെയ്യത്തില്ല. പക്ഷേ കർത്താവ് തരുന്ന വെളിപ്പാടുകൾ ഓരോന്നും തീയാണ്. ഹല്ലേലൂയ.
നമ്മുടെ സ്പിരിറ്റിനെ തൊടും, നമ്മുടെ ആത്മാലാപരല്ല ഷിഖാബാബ നമ്മുടെ അവസ്ഥകളെ തൊടുന്നതാണ്, നമ്മുടെ സിറ്റുവേഷൻസിനെ തൊടുന്നതാണ്. അബ്രല റഷിഖറബ നമ്മുടെ സ്പിരിറ്റിനെ തൊടും. ഹല്ലേലൂയ. സ്പിരിറ്റ് റലത്തില് നമുക്ക് വേണ്ടത് ഓപ്പണായി വരുവാൻ ആ വെളിപ്പാടുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മളെ സഹായിക്കും. അത് തന്നെയായിരുന്നു തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവ് കർത്താവിന്റെ ദാസൻ എത്രയോ മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്നാണ് ഇത്രയും വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത്. അതുപോലെ നമ്മളും ദൈവസന്നിധിയിൽ ഇരുന്നാൽ തീർച്ചയായും നമുക്ക് കർത്താവ് തരും. ദൂതന്മാരെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ ദാസന് ഹല്ലേലൂയ നമ്മൾ എന്ത് ധ്യാനിക്കുന്നോ, നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നോ അതാണ് നമ്മുടെ ജീവിതത്തില് വെളിപ്പെട്ട് വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭയങ്കരമായിട്ട് ഇവിടെ വ്യാപരിക്കുകയാണ്. എത്ര പേർ അത് ഏറ്റെടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക, ആത്മാവിൽ പ്രാർത്ഥിച്ചത് കേൾക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആഴത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ഓക്കെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ബുധനാഴ്ച നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. ആരും മറന്നു പോരും. ചിലരൊക്കെ എനിക്ക് തോന്നുന്നു ആ ഗ്യാപ്പിന് ശേഷം 2 ആഴ്ചയെന്നായിരുന്നു ഞാൻ മുന്നിലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞതായിരിക്കും കയറാത്ത. എനിവേ, നെക്സ്റ്റ് വെനസ്ഡേ വിൽ ബി ഹാവിങ് another supernatural miracle Google prayer meeting. അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയം, ലത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടയ്ക്ക് വരുന്ന ഒരു സിസ്റ്റർ ഹോസ്പിറ്റൽ RCCയിൽ അഡ്മിറ്റഡ് ആയി. ഇന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനാ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. ആ സിസ്റ്റർ പൂർണ്ണമായും പുറത്തു വരും ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അവർക്ക് ആഴമേറിയ വിശ്വാസം ദൈവത്തിനുണ്ട്. അതും മതി കർത്താവിന് സൗഖ്യമാക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ വിശ്വാസം മാത്രം മതി. ആ രക്തസ്രാവ സ്ത്രീ അവളുടെ വിശ്വാസമാണ് അവളെ കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചത്. ഹല്ലേലൂയ. അവൾ കർത്താവിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്നുള്ള വിശ്വാസമാണ് അവളെ ആ രോഗസൗഖ്യം അവളിൽ നടന്നത്. അതുപോലൊരു അത്ഭുത രോഗസൗഖ്യ സിസ്റ്റർ നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒന്ന് ശുശ്രൂഷ ദേവദാസനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഹല്ലേലൂയ. ഒരു വലിയ ഒരു കൺവെൻഷന് പ്രസംഗിക്കണമാരെയാണ് ദേവദാസൻ നമ്മളെ ശുശ്രൂഷിച്ചത്. എത്ര പേർക്ക് ആ വെളിപ്പാടുകൾ ആഴമായി മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ അന്യഭാഷ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വചനം കേൾക്കുക. വീണ്ടും നിങ്ങളെ കർത്താവ് നിറയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെടിത്തിരിവായി ഇന്നത്തെ മീറ്റിംഗ് മാറി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നിർത്തിക്കോളൂ. കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇത്രയും ആത്മാ ദൈവം ഞങ്ങളുടെ ബലപ്പെടുത്തി ശുദ്ധീകരിച്ചു നമ്മൾ പറയുന്നു. വളരെ ക്ഷമയോടെ ഞങ്ങൾക്ക് ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന ആഴ്ച ഞങ്ങൾ ഇതുപോലെയാണ് ഇത് വലിയ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സാക്ഷ്യങ്ങളും